എന്നെയും ഈ അല്ലെങ്കിൽ ലാഡൻസിറ്റെയും ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു അനുഭവമാണെങ്കിൽ പോലും എൻ്റെ മനസ്സിനെ ഒന്ന് വേദനിപ്പിക്കുകയും ചെയ്തു. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. എവിടെയും ആരും പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യം ചെറിയ മൈഗ്രെയിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സൂക്ഷിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഷോക്കിങ്ങുമായി. പക്ഷേ നമ്മുടെ ഒരു ഡോക്ടറുടെ പ്രത്യേകതയുണ്ട്. ഡോക്ടർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ലാഡൻസിറ്റിയെ തന്നെ ഒന്ന് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഡെൻസിറ്റയിലാണ്. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം ഡെൻസിറ്റി എന്താണെന്ന് കൃത്യമായി മനസ്സിലായി കാണും. ഞാനിന്നിവിടെ എൻ്റെ 6ാമത്തെ PRP ചെയ്യാനാണ് വന്നത്. 7 മാസമായി എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. ഇന്ന് 6ാമത്തെ PRP ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനേ ഉദ്ദേശിച്ചിരുന്നില്ല. ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു 9 മന്ത്സ് കഴിഞ്ഞ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 9 മന്ത്സ് ആകുമ്പോഴേ എൻ്റെ കംപ്ലീറ്റ് ഒരു ഗ്രോത്ത് ആവുള്ളൂ. 100% എന്ന് പറയുന്നത് ഒരു 9 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനിടയ്ക്കായിരിക്കും. അപ്പോൾ ഇവിടുന്ന് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇല്ല നമുക്കൊരു 9 മാസം കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു അനുഭവമാണെങ്കിൽ പോലും എൻ്റെ മനസ്സിനെ ഒന്ന് വേദനിപ്പിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഇന്നിപ്പോൾ ഒരു പയ്യനെ പരിചയപ്പെട്ടു. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ്. മുടി ഏകദേശം കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ്റെ അമ്മ ഓരോ പേര് പറയുന്നില്ല. അപ്പോൾ മോൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനെ ഒരു 2-3 മാസമായിട്ട് ഡിപ്രഷനിലായിരുന്നു. എൻ്റെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അത് കണ്ടതിന് ശേഷമാണ് അവരൊന്ന് സംസാരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഷോക്കിങ്ങുമായി എന്നാൽ സന്തോഷമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്നിട്ട് ഈ പിള്ളേർ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോവുക മുടിയിൽ ഹെയർ ലോസ് കാരണം എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാജൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് മോന് ധൈര്യം വന്നത് ട്രാൻസ്പ്ലാന്റേഷന് ഇവിടെ നിന്ന് ചെയ്യാനായിട്ടുള്ള എന്താ പറയുക തീരുമാനം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് വന്ന് ഡോക്ടറെ കാണിച്ചു. പക്ഷേ നമ്മുടെ ഒരു ഡോക്ടറുടെ പ്രത്യേകതയുണ്ട്. ഡോക്ടർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ആദ്യം ഈ എന്താ പറയുക ഹെയർ ഗ്രോത്തിനുള്ള മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അതും ഈ മൾട്ടി വൈറ്റമിൻ പോലുള്ള മരുന്നുകളും തലയിൽ തേക്കാനുള്ള സിറമൊക്കെ കൊടുത്തിട്ട് ആദ്യം കുറച്ച് ദിവസം ഡോക്ടർ നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രമേ ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് പോകത്തുള്ളൂ. നമ്മളെ ഡോക്ടർ അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് വേറൊരു അനുഭവമുണ്ട്. എൻ്റെ വേറൊരു സുഹൃത്തിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 5-6 മാസം വെയിറ്റ് ചെയ്യും, ഇതൊന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ. അത് എനിക്ക് തോന്നുന്നു ഒരു 21, 22, 23 വയസ്സ് അതിനകത്തേ വരുള്ളൂ. ഒരു 7th സ്റ്റേജായി ശരിക്കും പറഞ്ഞാൽ ഈ ഹെയർ ലോസ്. അപ്പോൾ അവൻ്റെ പടം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയി. നല്ല പ്രായമുള്ള ഒരാളെ പോലെ. ഞാൻ ചോദിച്ചു ഇത്ര വയസ്സെന്ന് ചോദിച്ചപ്പോൾ 21 23 എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളിങ്ങനെ ഒരു ഡിപ്രഷനിലോട്ട് പോകും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഈ സമയത്ത് എന്നെയും ഈ അല്ലെങ്കിൽ ലാഡൻസിറ്റെയും ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 7 മാസമായി. 7 മാസം കഴിഞ്ഞിട്ട് ഞാൻ ധൈര്യമായിട്ട് എൻ്റെ മുടി ഇങ്ങനെ നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരുന്നത്. ഇതാണിപ്പോൾ എൻ്റെ ഒരു ഹെയറിൻ്റെ അവസ്ഥ. കുറച്ചുകൂടെ അടുത്ത് ഞാൻ കാണിച്ചു തരും ഇവിടെ നിന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ഈ പറയുന്ന ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞത്. ഡോക്ടറെ ഇപ്പോൾ കൺസൾട്ടേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇനി വളരോ ഇല്ല എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റിയലി ഞാനും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഡെസ്പായി. പക്ഷേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഡോക്ടർ ചെയ്തിട്ടുള്ള പലരെയും റിസൾട്ട് കണ്ടപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് തന്നെ ഞാൻ വർക്കുകളൊന്നും ചെയ്യാതിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞാനൊന്ന് വർക്കുകളൊക്കെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു നല്ല വർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരിതായി.
ഞാൻ ഈ 6 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 മാസം വളരെ കെയർ ചെയ്തു. ഒരു 3 മാസം ഹെയർ മൊത്തം ലോസ് ഉണ്ടായി. അതിനുശേഷം ഒന്ന് കൃത്യമായി എല്ലാ മാസവും കൃത്യമായി ഈ 6-ാം മാസം, ഈ 7 മാസത്തെ ഞാൻ 6-ാം മാസത്തെ PRP ചെയ്യുന്നത്. അതുവരെയുള്ള എൻ്റെ കൃത്യമായ PRP ചെയ്തു. ഡോക്ടർ തന്നിട്ടുള്ള മൾട്ടി വൈറ്റമിൻ മരുന്ന് കഴിച്ചു, മിനോക്സിൽ തേച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. എൻ്റെ ഫുഡിൻ്റെ ക്രമത്തിലും ഒക്കെ. എന്നാൽ ഫുഡിൻ്റെ ക്രമത്തിൽ വലുതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ പറയുന്ന പോലെ എന്താ പറയുക, ബദാമൊക്കെ കഴിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുട്ടയുടെ വെള്ള അങ്ങനെയൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ കൃത്യമായി എക്സസൈസ് ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ളൊരു സാധനമാണല്ലോ. എല്ലാ ദിവസവും കഴിയുന്നത് കൃത്യമായ ഒരു 20 മിനിറ്റോളം എക്സസൈസ് ചെയ്തു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ സൂക്ഷിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ മോശമല്ലാത്തതെന്ന് പറഞ്ഞാൽ പോരാ, വളരെ നന്നായിട്ടുള്ള ഒരു റിസൾട്ട് എനിക്കുണ്ടായത്. ഇപ്പോൾ ഈ 7 മാസം, ഈ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത കോൺഫിഡൻസ് ആയി. ഫോട്ടോസ് എടുക്കാൻ നല്ല കോൺഫിഡൻസ് ആയി. പിന്നെ നമ്മുടെ ലുക്ക് തന്നെ മാറി. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ഒരു പ്രായം കുറഞ്ഞ രീതിയിൽ എന്നെ കാണുമ്പോൾ പ്രായം കുറയുന്നുണ്ട് എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നുമില്ല, അല്ലെങ്കിൽ മുടി പോയാൽ എന്താ ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ നമ്മുടെ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനകത്ത് നമ്മുടെ അറ്റയറിൽ ഇതെല്ലാം കൂടെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കൂട്ടും. അപ്പോൾ എനിക്കിപ്പം ഞാൻ പറയുക, ഞാനിപ്പോൾ ഈ ഒരു കുട്ടികളുടെ ഈ അനുഭവം കൂടെ കണ്ടപ്പോൾ ഞാനത് കൃത്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടതും ഇത് കൃത്യമായി നാട്ടുകാരിൽ എത്തിക്കേണ്ടതും ആവശ്യമാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. 9-ാം മാസത്തിൽ നമ്മൾ, അല്ലെങ്കിൽ 1 വർഷമാകുമ്പോൾ ഇനിയൊരു കുറച്ചുകൂടെ നല്ലൊരു സ്റ്റൈലിഷ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. പിന്നെ ആൾക്കാർക്ക് ഈ പറഞ്ഞ ആദ്യമേ ഉണ്ടായിരുന്ന തെറ്റായ ധാരണകളുണ്ട്. ഭയങ്കര പെയിൻഫുൾ ആണ്, അല്ലെങ്കിൽ തലവേദന വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരും. ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് വ്യക്തമായി ഞാൻ പറയാം, എനിക്ക് ഒരു സൈഡ് എഫക്റ്റും എനിക്ക് വന്നിട്ടില്ല. എനിക്കതുപോലെ തലവേദന ഞാൻ എവിടെയും ആരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യം ചെറിയ മൈഗ്രെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചെയ്തപ്പോൾ അതും കൂടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഈ പറയുന്നത് പോലെ ഒരു തലവേദനയും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. വേറെ സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഡെൻസിറ്റിയെ പ്രതികരിച്ചാണ് ഈ സാധനം പറയുന്നെങ്കിലും ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ടെക്നോളജിയെ വളർത്തുക, അല്ലെങ്കിൽ അത് വളർന്ന് ഈ പറയുന്ന പോലെ ഈ ഡിപ്രഷനായിരിക്കുന്ന പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇത് കാണേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൂക്ഷിക്കേണ്ട ഏക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഡോക്ടറായിരിക്കണം ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചെയ്ത ഗജാനൻ ജാദവ് ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പുള്ളി നല്ലൊരു കലാകാരനാണ്. നല്ലൊരു കലാകാരനല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ഹെയർ ലൈനിൽ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. നല്ല രസമായിട്ട്, എന്താ പറയുക, ഒറ്റ ലൈനിലല്ല ചെയ്തിരിക്കുന്നത്, സിഗ്സാഗായിട്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു കലയാണ്. ആ കലയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഫീല് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട്, ഈ ഒരുപാട് അല്ലാതെ ചെയ്ത ആൾക്കാർ, ഒറ്റ ലൈനിലൊക്കെ ചെയ്ത ആൾക്കാർ പറയുന്നുണ്ട്, ഈ ഒരു ഹെയർ ലൈൻ ഭയങ്കര മോശമായിരുന്നു. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ മോശമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കലാകാരന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർട്ട് രീതിയിൽ നമ്മുടെ ഹെയർ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാനിപ്പോൾ ഡെൻസിറ്റിയെ തന്നെ ഒന്ന് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. ഒരു നല്ല ഡോക്ടർക്ക് മാത്രമേ നല്ല രീതിയിൽ ഈ പറയുന്നത് പോലെ ഇത് ഹെയർ സെറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ആ കാര്യം മാത്രം ആലോചിക്കുക. മറ്റൊന്നും പറയാനില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇതിന് വേണ്ടിയിട്ട് ആരും, എന്താ പറയുക, ഹെയർ ലോസ് ആയി എന്ന് വെച്ചിട്ട് ഇനി ആരും വിഷമിച്ചിരിക്കേണ്ട. അതിനി എത്ര ചെറിയ പ്രായമാണെങ്കിലും ശരി, വലിയ പ്രായമാണെങ്കിലും ശരി, നിങ്ങൾക്ക് ആഗ്രഹത്തിനനുസരിച്ച് ഇന്ന് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു സക്സസ് ആണെന്ന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ കൊണ്ട് ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.